ടു ബയോ ക്ലാസ് പ്ലസ് ടു സുവോളജിയിലെ മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ആദ്യ ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ആ ഒരു വീഡിയോ കാണാത്തവർക്കായി അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്കി ഭാഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അവസാനമായി പറഞ്ഞു നിർത്തിയത് ക്രോമാറ്റിൻ എന്ന് പറയുന്ന സ്ട്രക്ചറും അതിന്റെ ടൈപ്സും ആയിരുന്നു. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രോമാറ്റിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേ ആർ ദ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ഓഫ് ന്യൂക്ലിയോസോം. ന്യൂക്ലിയോസോമിന്റെ റിപ്പീറ്റിംഗ് യൂണിറ്റ്സ് ആണ് ക്രോമാറ്റിൻ. ക്രോമാറ്റിൻ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹെറ്ററോക്രോമാറ്റിൻ, യൂക്രോമാറ്റിൻ. ആ രണ്ട് ടൈപ്സിന്റെയും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ന്യൂക്ലിയോസോമിന്റെ സ്ട്രക്ചർ. നമ്മുടെ പേജ് നമ്പർ 99 അതിന്റെ ഒരു സ്ട്രക്ചർ ഉണ്ട്. ആ ഒരു സ്ട്രക്ചർ ടെക്സ്റ്റ് നോക്കി ശരിക്കും പഠിക്കാതെ ലാബിൽ ചെയ്യാൻ എക്സാമിന് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ഈസ് NHC. NHC എന്താണെന്നും അതിന്റെ എക്സ്പാൻഷനും എക്സാമിന് ചോദിക്കാറുണ്ട്. NHC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ സ്പെഷ്യൽ സെറ്റ് ഓഫ് പ്രോട്ടീൻസ്. ഒരു പ്രത്യേക ടൈപ്പ് പ്രോട്ടീൻസ് ആണ് NHC. അതായത് പാക്കേജിംഗ് ഓഫ് ക്രോമാറ്റിൻ അറ്റ് ഹയർ ലെവൽസ് റിക്വയർസ് additional set of proteins and they are called as NHC. അപ്പോൾ ഒരിക്കൽ കൂടി പറയാം, NHC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹയർ ലെവൽ ആനിമൽസിൽ ക്രോമാറ്റിൻ പാക്കേജിന് ആവശ്യമായിട്ടുള്ള അഡീഷണൽ സെറ്റ് ഓഫ് പ്രോട്ടീൻസ് ആണ് NHC. അതിന്റെ എക്സ്പാൻഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്, ഓർത്ത് വെക്കുക. നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ എന്നാണ്. ഒരിക്കൽ കൂടി പറയാം, നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ് ഈസ് പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. അതായത് ആദ്യ കാലഘട്ടങ്ങളിൽ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, RNA ആണോ DNA ആണോ പ്രോട്ടീൻ ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്ന്. പിന്നീടാണ് അത് കൺഫേം ചെയ്യുന്നത്. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്യുന്നത് പിന്നീട് ഒരുപാട് എക്സ്പെരിമെന്റ്സ് വഴിയാണ്. അപ്പോൾ ഒരു ജനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് എക്സാമിന് ചോദിക്കാറുണ്ട്. 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നോക്കാം, പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ. ഫസ്റ്റ് വൺ ഈസ് ഇറ്റ് മസ്റ്റ് പ്രൊഡ്യൂസ് റെപ്ലിക്ക. അതിന് റെപ്ലിക്ക ഫോം ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. അടുത്ത പോയിന്റ്, കെമിക്കലി ആൻഡ് സ്ട്രക്ചറലി സ്റ്റേബിൾ. തേർഡ് പോയിന്റ്, പൊട്ടൻഷ്യാലിറ്റി ടു ജനറേറ്റ് വേരിയേഷൻ, ഏബിൾ ടു എക്സ്പ്രസ് ക്യാരക്ടേഴ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ജനറ്റിക് മെറ്റീരിയലിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ഈസ് ഗ്രിഫിത്സ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഇമ്പോർട്ടന്റ് ആണ്, ഗ്രിഫിത്സ് എക്സ്പെരിമെന്റ് ഓർ ഗ്രിഫിത്സ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഇദ്ദേഹം ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് 1928 ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് ടു ഐഡന്റിഫൈ ദി ജനറ്റിക് മെറ്റീരിയൽ. അതായത് DNA ആണോ RNA ആണോ അതോ പ്രോട്ടീൻസ് ആണോ ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗ്രിഫിത്ത് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തിയത്. എന്നാൽ ഇദ്ദേഹത്തിന് അത് കൺക്ലൂഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല നമുക്ക് പറയാം. അപ്പോൾ ആദ്യം ഗ്രിഫിത്സ് എക്സ്പെരിമെന്റിൽ യൂസ് ചെയ്ത സ്പെസിമെൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. അതായത് നമ്മുടെ ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കുന്ന സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആണ് ഈ ഒരു എക്സ്പെരിമെന്റിന് വേണ്ടി യൂസ് ചെയ്തത്. ഇതിന്റെ പ്രത്യേകത, സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയയ്ക്ക് 2 സ്ട്രെയിൻസ് ഉണ്ട്. ആ 2 സ്ട്രെയിൻസ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ആദ്യത്തെ സ്ട്രെയിൻ S സ്ട്രെയിൻ അഥവാ സ്മൂത്ത് സ്ട്രെയിൻ. അപ്പൊ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, സ്മൂത്ത് സ്ട്രെയിനും റഫ് സ്ട്രെയിനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, 2 പോയിന്റ്സ് ആണ് അവിടെ എഴുതേണ്ടത്. സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിസാക്കറൈഡ് കോട്ട് പ്രസന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്. ഒരിക്കൽ കൂടി പറയാം, ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ്, സ്മൂത്ത് സ്ട്രെയിനും റഫ് സ്ട്രെയിനും തമ്മിലുള്ള ഡിഫറൻസ് എക്സാമിന് ചോദിക്കാറുണ്ട്. സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അത്തരം ബാക്ടീരിയകളുടെ പുറമെ ഒരു പോളിസാക്കറൈഡ് കോട്ട് പ്രസന്റ് ആണ്. ഈ ഒരു കോട്ട് ഉള്ളത് കൊണ്ട് തന്നെ ഇവ സ്മൂത്ത് കോളനീസ് ആയിട്ടാണ് ഫോം ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് പോയിന്റ് ഇസ് ദേ ആർ വിറുലന്റ്. വിറുലന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാവാൻ ഇത് കാരണമാകുന്നു. നെക്സ്റ്റ് വൺ ഈസ് റഫ് സ്ട്രെയിൻ. റഫ് സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ പോളിസാക്കറൈഡ് കോട്ട് ആബ്സെന്റ് ആണ്. അതുകൊണ്ട് തന്നെ അതൊരു അത്ര സ്മൂത്ത് ആയിരിക്കില്ല. അത് ഗ്രൂപ്പായി ഒരു കോളനിയായി ഫോം ചെയ്യുമ്പോൾ ഒരു റഫ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആണ് കാണുന്നത്. അതിന്റെ സെക്കൻഡ് പോയിന്റ് ഓർത്ത് വയ്ക്കുക, ദേ ആർ നോൺ വിറുലന്റ്. അതായത് ഇവയ്ക്ക് അസുഖം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ന്യൂമോണിയ എന്ന് പറയുന്ന ഡിസീസ് ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഇല്ല.
ഗ്രിഫിത്സ് എക്സ്പെരിമെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ആണ് ഇനി പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ അദ്ദേഹം ചെയ്യുന്നത് എ സ്ട്രെയിൻ അഥവാ സ്മൂത്ത് സ്ട്രെയിനിലെ ഒരു മൈസിലേക്ക് ഇൻജെക്ട് ചെയ്യുകയാണ്. അപ്പോ അങ്ങനെ മൈസിലേക്ക് ഈ ഒരു സ്മൂത്ത് സ്ട്രെയിൻ, നമുക്കറിയാം സ്മൂത്ത് സ്ട്രെയിൻ എന്ന് പറയുന്നത് വിറുലന്റ് ആയിട്ടുള്ള സ്ട്രെയിൻ ആണ്, അതായത് ഡിസീസ് ഉണ്ടാക്കുന്ന സ്ട്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തപ്പോൾ ഈ ഒരു മൈസിന് ന്യൂമോണിയ വന്ന് മൈസ് ഡെഡ് ആയി. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ആർ സ്ട്രെയിൻ ഇൻജെക്ട് ചെയ്തു. ആർ സ്ട്രെയിനിന്റെ പ്രത്യേകത ദേ ആർ നോൺ വിറുലന്റ് ആണ്. അപ്പോ നോൺ വിറുലന്റ് എന്ന് പറഞ്ഞാൽ ഡിസീസ് ഉണ്ടാക്കാത്ത സ്ട്രെയിൻ ആണ്. അത് മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു, പക്ഷേ മൈസിന് അസുഖമൊന്നും വന്നില്ല, കാരണം നോൺ വിറുലന്റ് ആണ്. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എ സ്ട്രെയിൻ ഹീറ്റ് കിൽഡ്, അതായത് നമ്മുടെ സ്മൂത്ത് സ്ട്രെയിൻ ഒന്ന് ഹീറ്റ് കിൽ ചെയ്തു. ഹീറ്റ് കിൽ ചെയ്തതിന്റെ ശേഷം അത് മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. അങ്ങനെ വന്നപ്പോൾ മൈസിന് ഒരു പ്രശ്നം ഉണ്ടായില്ല, അത് ജീവിച്ചു. ദെൻ അടുത്ത സ്റ്റെപ്പിൽ ചെയ്യുന്നത് എ സ്ട്രെയിൻ ഹീറ്റ് കിൽഡ്, അതായത് ഈ ഒരു എ സ്ട്രെയിൻ ഹീറ്റ് കിൽഡ് അതിനോട് കൂടി ആർ സ്ട്രെയിനും കൂടി അദ്ദേഹം മിക്സ് ചെയ്തു. ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് എ സ്ട്രെയിനെ, അതായത് സ്മൂത്ത് സ്ട്രെയിൻ, വിറുലന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ രോഗമുണ്ടാക്കാൻ കഴിവുള്ള സ്മൂത്ത് സ്ട്രെയിൻസിനെ ആർ സ്ട്രെയിനുമായിട്ട് അല്ലെങ്കിൽ റഫ് സ്ട്രെയിനുമായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ മിക്സ് ചെയ്തതിന്റെ ശേഷം മൈസിലേക്ക് ഇൻജെക്ട് ചെയ്തു. ഇങ്ങനെ ഇൻജെക്ട് ചെയ്തപ്പോൾ മൈസ് ഡൈ. ഫൈനലി അദ്ദേഹം കൺക്ലൂഡ് ചെയ്തു എ സ്ട്രെയിൻ ഹീറ്റ് കിൽഡിൽ നിന്നും ജനറ്റിക് മെറ്റീരിയൽ ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ആണ് മൈസിന്റെ മരണത്തിന് കാരണമായിട്ടുള്ളത് എന്ന് ഇദ്ദേഹം കൺക്ലൂഡ് ചെയ്തു. എന്നാൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് ട്രാൻസ്ഫോം ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഇദ്ദേഹം അവിടെ ലാസ്റ്റ് കൺക്ലൂഡ് ചെയ്യുന്നത്. പക്ഷേ ആ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ള ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് ഇദ്ദേഹത്തിന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല. ഗ്രിഫിത്സ് എക്സ്പെരിമെന്റിൽ ജനറ്റിക് മെറ്റീരിയൽ ആണ് ട്രാൻസ്ഫോം ചെയ്യുന്നതെന്ന് കണ്ടുപിടിച്ചു, എന്നാൽ അത് ഏതാണ്, ജനറ്റിക് മെറ്റീരിയൽ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്രിഫിത്സ് എക്സ്പെരിമെന്റിന് ബയോകെമിക്കൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ നൽകുന്നത് 3 സയന്റിസ്റ്റ് ആണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണത്. ബയോകെമിക്കൽ എക്സ്പ്ലനേഷൻ ഈ ഒരു ഗ്രിഫിത്സ് എക്സ്പെരിമെന്റിന് നൽകിയ സയന്റിസ്റ്റ് ആരൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട്. എവേരി, മെക്ലിയോഡ്, മെക്കാർട്ടി. അപ്പോൾ ഈ 3 സയന്റിസ്റ്റിന്റെ പേരും ഓർത്ത് വെക്കുക, എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ ഈ ഒരു എക്സ്പെരിമെന്റ് നടത്താനായിട്ട് ഇവർ യൂസ് ചെയ്ത എൻസൈംസ് ഏതൊക്കെയാണെന്നും കൂടി ചോദിക്കാറുണ്ട്. എൻസൈംസ് പ്രോട്ടിയേസസ്, ആർഎൻഎസസ് ആൻഡ് ഡിഎൻഎസസ്. അപ്പോൾ പ്രോട്ടിയേസസ് എന്ന് പറഞ്ഞാൽ തന്നിട്ടുള്ള ആ ഒരു സാമ്പിളില് പ്രോട്ടീൻസിന് ഡൈജസ്റ്റ് ചെയ്യിക്കുന്ന എൻസൈംസ് ആണ്. പ്രോട്ടിയേസസ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്, അതായത് പ്രോട്ടീനെ കംപ്ലീറ്റ് ആയിട്ട് ഡൈജസ്റ്റ് ചെയ്ത് അതിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ദെൻ ആർഎൻഎസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേരിൽ തന്നെയുണ്ട്, ആർഎൻഎ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. ആ ഒരു സാമ്പിളില് ആർഎൻഎ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന എൻസൈം ആണ്. ലാസ്റ്റ് വൺ ഈസ് ഡിഎൻഎസസ്. ഡിഎൻഎസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഎൻഎ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. തന്നിട്ടുള്ള സാമ്പിളിൽ നിന്നും ഡിഎൻഎ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന എൻസൈംസ് ആണ്. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പില് ആർ സെൽസ് അഥവാ റഫ് സെൽസിലേക്ക് പ്രോട്ടിയേസസ് എന്ന് പറയുന്ന എൻസൈം ആഡ് ചെയ്തു. പ്രോട്ടിയേസസിന്റെ പ്രത്യേകത നമുക്കറിയാം, പ്രോട്ടീൻ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആണ്. അപ്പോൾ ആർ സെൽസിലേക്ക് പ്രോട്ടിയേസസിനെ ആഡ് ചെയ്തപ്പോൾ എസ് സെൽസ് ഫോം ചെയ്തു, അതായത് സ്മൂത്ത് സെൽസ് അതിൽ നിന്ന് ഫോം ചെയ്തു. ട്രാൻസ്ഫോർമേഷൻ നടന്നു. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രോട്ടിയേസസ് ആഡ് ചെയ്തതോടുകൂടി ഈ ഒരു സാമ്പിളിലുള്ള പ്രോട്ടീൻ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് അതിൽ നിന്ന്. അപ്പോൾ പ്രോട്ടീൻ അല്ല ജനറ്റിക് മെറ്റീരിയൽ എന്ന് ഇതിൽ നിന്ന് മനസ്സിലായി. ഞാൻ അടുത്തത് ചെയ്തത് ആർ സെൽസിലേക്ക് ആർഎൻഎസസ് എന്ന് പറയുന്ന ആർഎൻഎ ഡൈജസ്റ്റിംഗ് എൻസൈംസ് ആഡ് ചെയ്തു. എന്നിട്ട് ഒബ്സർവ് ചെയ്തപ്പോൾ വീണ്ടും ഇവിടെ എസ് സെൽസ് ഫോം ചെയ്തിട്ടുണ്ട്, അതായത് ആർ സെൽസ് എസ് സെൽസ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ആർഎൻഎസസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു സാമ്പിളിൽ ആർഎൻഎ കംപ്ലീറ്റ് പോകും. അപ്പോൾ ആർഎൻഎ ജനറ്റിക് മെറ്റീരിയൽ അല്ല എന്ന്, അതായത് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കാൻ കാരണമായിട്ടുള്ളത് ആർഎൻഎ അല്ല എന്ന് ഇതിൽ നിന്നും മനസ്സിലായി. ലാസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത് ആർ സെൽസിലേക്ക്, അതായത് റഫ് സെൽസിലേക്ക് ഡിഎൻഎസസ് എന്ന് പറയുന്ന എൻസൈംസ് ആഡ് ചെയ്യാണ്. അപ്പോൾ
ഇതിലുള്ള ആ ഒരു സാമ്പിളിലുള്ള DNA കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യപ്പെടും. ദെൻ ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടത് ഈ ഒരു R സെൽസിന് ഒരു ട്രാൻസ്ഫോർമേഷനും നടന്നിട്ടില്ല. R സെൽസ് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഒബ്സർവ് ചെയ്തപ്പോൾ അവിടെ കണ്ടത്. അപ്പൊ അതിൽ നിന്നും മനസ്സിലായത് DNA ആണ് ഇവിടെ ഇല്ലാതായിട്ടുള്ളത്. അപ്പോൾ DNA ഇല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഇവിടെ നടന്നിട്ടില്ല. അപ്പൊ അതിന്റെ അർത്ഥം DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ. സോ ദേ കൺക്ലൂഡഡ് ദാറ്റ് DNA ഈസ് ദി ജനറ്റിക് മെറ്റീരിയൽ. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ഒന്ന് ഓർത്തു വയ്ക്കുക. DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് നമ്മൾ ലാസ്റ്റ് കഴിഞ്ഞ ബയോകെമിക്കൽ എക്സ്പ്ലനേഷനിൽ നമ്മൾ കൺക്ലൂഡ് ചെയ്തു. എന്നാൽ ഈ DNA തന്നെയാണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്യാനായിട്ട് വീണ്ടും ഒരു എക്സ്പെരിമെന്റ് നടത്തിയിട്ടുണ്ട്. ആ എക്സ്പെരിമെന്റ് നടത്തിയ സയന്റിസ്റ്റ് ആണ് ഹാഷെ ആൻഡ് ചേസ്. അപ്പോൾ കൺഫർമേഷൻ അല്ലെങ്കിൽ DNA ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൺഫേം ചെയ്യാനായിട്ട് നടത്തിയ എക്സ്പെരിമെന്റ് ചെയ്തത് ഹാഷെ ആൻഡ് ചേസ്. ഇമ്പോർട്ടന്റ് ആണ് ഹാഷെ ചേസ് എക്സ്പെരിമെന്റ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി ഇവർ യൂസ് ചെയ്ത സ്പെസിമെൻ എന്ന് പറയുന്നത് ബാക്ടീരിയോഫേജസ് ആണ്. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവ ബാക്ടീരിയകളല്ല. ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയയെ ഇൻഫെക്ട് ചെയ്യാൻ കഴിവുള്ള വൈറസുകളാണ്. ഒരിക്കൽ കൂടി പറയാം, ബാക്ടീരിയോഫേജസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്ടീരിയകളെ ഇൻഫെക്ട് ചെയ്യാനുള്ള കഴിവുള്ള അല്ലെങ്കിൽ കപ്പാസിറ്റി ഉള്ള വൈറസുകളാണ് ബാക്ടീരിയോഫേജസ്. അപ്പോൾ ബാക്ടീരിയോഫേജസിനെ 2 മീഡിയത്തിൽ ഇവര് വളർത്തി. ബാക്ടീരിയോഫേജസിനെ 2 മീഡിയത്തിൽ ഇവര് കൾച്ചർ ചെയ്തെടുത്തു. മീഡിയം ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് റേഡിയോ ആക്റ്റീവ് സൾഫർ കണ്ടെയ്നിങ് മീഡിയം ആൻഡ് സെക്കൻഡ് വൺ ഈസ് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് മീഡിയം. അപ്പോൾ ഈ ഒരു കുറച്ച് ബാക്ടീരിയോഫേജസിനെ റേഡിയോ ആക്റ്റീവ് സൾഫർ കണ്ടെയ്നിങ് മീഡിയത്തിലും കുറച്ച് ബാക്ടീരിയോഫേജസിനെ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് കണ്ടെയ്നിങ് മീഡിയത്തിലും ഇവര് കൾച്ചർ ചെയ്തെടുത്തു. അപ്പോൾ ബാക്ടീരിയോഫേജസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർക്ക് 2 പാർട്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് പാർട്ട് ഈസ് പ്രോട്ടീൻ കോട്ട്. ബാക്ടീരിയോഫേജസിന് 2 ഭാഗങ്ങളുണ്ട്, പ്രോട്ടീൻ കോട്ടും DNA-യും. പ്രോട്ടീൻ കോട്ട് കണ്ടെയ്ൻ സൾഫർ ആൻഡ് DNA കണ്ടെയ്ൻ ഫോസ്ഫറസ്. ദെൻ ഇങ്ങനെ ഈ ഒരു കൾച്ചർ ചെയ്തെടുത്തതിന്റെ ശേഷം, അതായത് ഈ 2 ബാക്ടീരിയോഫേജസിന്റെ 2 മീഡിയത്തിലേക്ക് കൾച്ചർ ചെയ്തെടുത്തതിന്റെ ശേഷം ഇവർ ഒബ്സർവ് ചെയ്തത് എന്താണെന്ന് നോക്കാം. റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് മീഡിയത്തിൽ കൾച്ചർ ചെയ്തിട്ടുള്ള ബാക്ടീരിയോഫേജസിന്റെ DNA റേഡിയോ ആക്റ്റീവ് DNA ആയിട്ട് കൺവേർട്ട് ചെയ്തു. അതുപോലെ തന്നെ റേഡിയോ ആക്റ്റീവ് സൾഫർ മീഡിയത്തിൽ കൾച്ചർ ചെയ്ത ബാക്ടീരിയോഫേജസിന്റെ പ്രോട്ടീൻ കോട്ട്, ഇവിടെ DNA-ക്ക് ഒന്നും സംഭവിക്കുന്നില്ല, പ്രോട്ടീൻ കോട്ട് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ കോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു. ഹാഷെ ചേസ് എക്സ്പെരിമെന്റിന്റെ ഒരു ഡയഗ്രമാറ്റിക് എക്സ്പ്ലനേഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡയഗ്രാം പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് നമുക്ക് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻഫെക്ഷൻ. അത് ആദ്യത്തെ സ്റ്റെപ്പ് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. അതായത് 2 സെറ്റ് ഈക്കോളൈ ബാക്ടീരിയകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ട്. കുറച്ചെണ്ണത്തിനെ സൾഫറസ് കണ്ടെയ്നിങ് ബാക്ടീരിയോഫേജുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. മറ്റൊരു ഗ്രൂപ്പ് ഈക്കോളൈനെ ഫോസ്ഫറസ് കണ്ടെയ്നിങ് കൾച്ചറൽ മീഡിയത്തിൽ വളർത്തിയെടുത്തിട്ടുള്ള ബാക്ടീരിയോഫേജുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. ദെൻ ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് ആണ് ഇൻഫെക്ഷനിൽ വരുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ബ്ലെൻഡിങ്. ബ്ലെൻഡിങ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. വൈറൽ കോഡ്സ് വർ റിമൂവ്ഡ് ബൈ അജിറ്റേറ്റിംഗ്, അല്ലെങ്കിൽ അജിറ്റേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് അജിറ്റേറ്റർ എന്ന് പറയുന്ന ഒരു ചെറിയ എക്യുപ്മെന്റ് യൂസ് ചെയ്തുകൊണ്ട് അജിറ്റേഷൻ നടത്തിയിട്ട് വൈറൽ കോഡ്സ് കംപ്ലീറ്റ് റിമൂവ് ചെയ്തു. ദെൻ തേർഡ് സ്റ്റെപ്പ് ഈസ് സെൻട്രിഫ്യൂജേഷൻ. സെൻട്രിഫ്യൂജേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻട്രിഫ്യൂജ് യൂസ് ചെയ്തുകൊണ്ട് വൈറൽ പാർട്ടിക്കിൾസിനെ സെപ്പറേറ്റ് ചെയ്തു. വൈറൽ പാർട്ടിക്കിൾസ് were separated from the bacteria by using centrifuge. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് ഈ ഒരു എക്സ്പെരിമെന്റിൽ വരുന്നത്. ഹാഷെ ചേസ് എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ ആണ് ഇനി പറയുന്നത്. ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ലാബഡ് DNA becomes radioactive. അതായത് ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് ലാബൽഡ് DNA റേഡിയോ ആക്റ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ദെൻ ബാക്ടീരിയ ഇൻഫെക്റ്റഡ് വിത്ത് റേഡിയോ ആക്റ്റീവ് സൾഫറസ് ലാബൽഡ് പ്രോട്ടീൻ. സൾഫർ ലാബൽഡ് പ്രോട്ടീന് യാതൊരു ചേഞ്ചും സംഭവിച്ചില്ല. അതായത് അത് റേഡിയോ ആക്റ്റീവ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടില്ല.
From this, they concluded that DNA is the genetic material. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. Then next is differentiate DNA and RNA. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഹൈസ്കൂൾ ലെവലിൽ തൊട്ടേ പഠിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്നാലും ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഒന്ന് പറയാം. DNA are double stranded. നമുക്കറിയാം ഡബിൾ സ്ട്രാൻഡഡ് ആണ് DNA. RNA എന്ന് പറയുന്നത് സിംഗിൾ സ്ട്രാൻഡഡ് ആണ്. DNA is the genetic material in most organism and RNA is a genetic material in some viruses. അതായത് റിട്രോ വൈറസുകളിലാണ് RNA ജെനറ്റിക് മെറ്റീരിയൽ ആയിട്ട് വരുന്നത്. Then DNA, they are chemically less reactive and RNA are chemically more reactive. Then അടുത്ത ഡിഫറൻസ്, they are structurally more stable. RNA ആണെങ്കിൽ structurally less stable. Then DNA യിൽ തൈമിൻ പ്രസന്റ് ആണ്, RNA യിൽ യുറാസിലാണ് കാണുന്നത്. അപ്പൊ ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓർത്ത് വെക്കുക. Then next is ചർഗാവ്സ് റൂൾ. ഇമ്പോർട്ടന്റ് ആണ്. ചർഗാവ്സ് റൂള് പ്രപ്പോസ് ചെയ്തത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. എർവിൻ ചർഗാഫ് ആണ് ഈ ഒരു റൂള് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചർഗാവ്സ് റൂളിൽ പറയുന്നത് for a double stranded DNA the ratio between adenine and thymine and guanine and cytosine is constant and equal to 1. അപ്പോൾ എന്താണ് ചർഗാവ്സ് റൂൾ എന്നും ആരാണ് ചർഗാവ്സ് റൂൾ പ്രപ്പോസ് ചെയ്തതെന്നും പഠിച്ചു വെക്കുക. The next is replication of DNA. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം DNA-യിൽ നിന്നും DNA കോപ്പീസ് ഫോം ചെയ്യുന്നതിനാണ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സെമി കൺസർവേറ്റീവ്. അതായത് DNA റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെമി കൺസർവേറ്റീവ് ആണ്. അതായത് ഒരു DNA-യിലെ ഒരു സ്ട്രാൻഡ് അടുത്ത DNA-യിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഒരു സ്ട്രാൻഡ് കൺസർവ് ചെയ്ത് പോകുന്നുണ്ട്. ഇങ്ങനെ ആദ്യമായി പറഞ്ഞ സയന്റിസ്റ്റ് അല്ലെങ്കിൽ സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. ഓക്കെ, അപ്പൊ വാട്സൺ ആൻഡ് ക്രിക്ക് ഈ ഒരു രണ്ട് സയന്റിസ്റ്റിന്റെ പേര് ഓർത്തു വെക്കുക. വാട്സൺ ആൻഡ് ക്രിക്ക് ആണ് ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കൊണ്ടുവന്നത്. അതായത് DNA-ക്ക് ഒരു ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചർ കൊണ്ടുവന്നത് വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. പക്ഷെ DNA ആദ്യമായി ഐഡന്റിഫൈ ചെയ്തത് ഫ്രെഡറിക് മിഷർ ആണ്. മാറിപ്പോവാതെ ശ്രദ്ധിക്കുക. സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ പ്രപ്പോസ് ചെയ്തതും വാട്സൺ ആൻഡ് ക്രിക്ക് ആണ്. അപ്പോൾ ഇവർ പറയുന്നത് ഒരു DNA അൺവൈൻഡ് ചെയ്ത് പുതിയ DNA ഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈച്ച് DNA മോളിക്യൂൾ ഹാവ് വൺ പാരന്റൽ സ്ട്രാൻഡ് ആൻഡ് വൺ ന്യൂ സ്ട്രാൻഡ്. ഒരു DNA അത് അൺവൈൻഡ് ചെയ്തു, രണ്ട് സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും അപ്പോൾ പാരന്റൽ സ്ട്രാൻഡ്സ് ആണ്. രണ്ടും പാരന്റൽ സ്ട്രാൻഡ്സ് ആണ്. അതിന്റെ കൂടെ ന്യൂ സ്ട്രാൻഡ് വന്ന് ജോയിൻ ചെയ്യും. എങ്ങനെയാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്? അതായത് ഒരു സ്ട്രാൻഡ് എപ്പോഴും കൺസർവ് ചെയ്യുന്നുണ്ട്. പാരന്റൽ സ്ട്രാൻഡിന്റെ ഒരു സ്ട്രാൻഡ് എപ്പോഴും കൺസർവ് ചെയ്യുന്നുണ്ട്. ഇതാണ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് റെപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഹു പ്രപ്പോസ് സെമി കൺസർവേറ്റീവ് മോഡൽ ഓഫ് DNA റെപ്ലിക്കേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് വാട്സൺ ആൻഡ് ക്രിക്ക് എന്നാണ്. എന്നാൽ ഈ ഒരു സെമി കൺസർവേറ്റീവ് മോഡലിന് എക്സ്പെരിമെന്റൽ പ്രൂഫ് നൽകിയ സയന്റിസ്റ്റ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് മേസൽസൺ ആൻഡ് സ്റ്റാർ. ഈ ഒരു എക്സ്പെരിമെന്റിൽ ഉപയോഗിച്ച സ്പെസിമെൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഈ കോളൈ ഓർ എക്സ്റ്റിരീഷ്യ കോളൈ ബാക്ടീരിയ. ഇനി ഈ ഒരു എക്സ്പെരിമെന്റിന്റെ സ്റ്റെപ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ കോളൈ ബാക്ടീരിയകളെ N15 മീഡിയത്തിൽ കൾച്ചർ ചെയ്തു. എന്നിട്ട് പിന്നീട് ആ ഒരു കൾച്ചറിനെ N14 മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. Then took sample at various intervals to extract DNA. ലാസ്റ്റ് സ്റ്റെപ്പിൽ സെൻട്രിഫ്യൂഗേഷൻ ആണ്. സെൻട്രിഫ്യൂഗ് ഇൻ സീഷ്യം ക്ലോറൈഡ് സൊല്യൂഷൻ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് ഈ ഒരു സെമി കൺസർവേറ്റീവ് മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നടത്തിയ എക്സ്പെരിമെന്റിൽ ഉള്ളത്. ഈ ഒരു എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ജനറേഷൻ ആഫ്റ്റർ 20 മിനിറ്റ്സ്, അതായത് ഇങ്ങനെ കൾച്ചർ ചെയ്തെടുത്തതിന്റെ ശേഷം 20 മിനിറ്റ്സ് കഴിഞ്ഞ് ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടത് the transfer from N15 to N14 medium had an intermediate density. Then second generation after 40 minutes കഴിഞ്ഞ് വീണ്ടും ഒബ്സർവ് ചെയ്തപ്പോൾ കണ്ടത് equal amount of hybrid DNA and light DNA are formed. The next is Tyler's experiment. Tyler's experiment കണ്ടക്ട് ചെയ്തത് ടൈലർ ആൻഡ് കൊളീഗ്സ്. ഇതിന് യൂസ് ചെയ്ത സ്പെസിമെൻ വേസിയ ഫെബ എന്ന് പറയുന്ന ബീൻസ് ആണ്. Then they use
radioactive thymidine to detect the distribution of newly synthesized DNA in chromosomes. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എക്സ്പെരിമെന്റ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓർത്തു വെക്കേണ്ട ഇമ്പോർട്ടന്റ് പോയിന്റ്സ്. മെക്കാനിസം ഓഫ് റെപ്ലിക്കേഷൻ. മെക്കാനിസം ഓഫ് റെപ്ലിക്കേഷനിൽ ഓർത്തു വെക്കേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദി എസ് ഫേസ് ഓഫ് സെൽ ഡിവിഷൻ. സെൽ ഡിവിഷന്റെ എസ് ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. Then it replicates in 5' or 5' to 3' direction. Important ആണ്. Replication നടക്കുന്നത് 5' to 3' directionലാണ് replication നടക്കുന്നത്. ഈ ഒരു replicationൽ യൂസ് ചെയ്യുന്ന enzymes important ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. replicationൽ ഉപയോഗിക്കുന്ന enzymes ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. 3 important enzymes ആണ് replication എന്ന് പറയുന്ന പ്രോസസ്സിൽ ഉപയോഗിക്കുന്നത്. First one is helicase. ഹെലിക്കേസിന്റെ റോള് നമ്മുടെ DNA സ്ട്രാൻഡ് അൺവൈൻഡ് ചെയ്യുക. നേരത്തെ കാണിച്ചിരുന്നു DNAയുടെ സ്ട്രാൻഡ്, ഡബിൾ സ്ട്രാൻഡ് സ്പ്ലിറ്റ് ചെയ്ത് 2 സ്ട്രാൻഡ് ആയിട്ട് മാറാൻ സഹായിക്കുന്നത് ഹെലിക്കേസ് ആണ്. The next one is RNA primase. RNA primers സഹായിക്കുന്നത് RNAയുടെ ഷോർട്ട് സ്ട്രച്ചസ് അല്ലെങ്കിൽ RNA പ്രൈമർ ഫോർമേഷൻ ആണ് RNA primase എന്ന് പറയുന്ന എൻസൈം സഹായിക്കുന്നത്. ലാസ്റ്റ് വൺ ഈസ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. ശ്രദ്ധിക്കാം, DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. ഈ ഒരു എൻസൈം റെപ്ലിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈം ആണ്. ഈ ഒരു എൻസൈമിന് അക്യുറസി കൂടുതലായിട്ട് ഉണ്ട്. അപ്പൊ ഓർത്ത് വെക്കുക, റെപ്ലിക്കേഷനിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈം ആണ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. ഇനി ഇതിന്റെ റോളാണ് പറയുന്നത്. ദി പോളിമറേസ് ദി ന്യൂക്ലിയോടൈഡ്സ് ഇൻ 5' to 3' ഡയറക്ഷൻ. അതായത് ന്യൂക്ലിയോടൈഡ്സിനെ പോളിമറൈസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു എൻസൈം ആണ് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ്. നെക്സ്റ്റ് ഇസ് റെപ്ലിക്കേഷൻ ഒറിജിൻ. ഇറ്റ് ഇസ് എ പോയിന്റ് വേർ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ്. റെപ്ലിക്കേഷൻ ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് റെപ്ലിക്കേഷൻ ഒറിജിൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇസ് റെപ്ലിക്കേഷൻ ഫോർക്ക്. റെപ്ലിക്കേഷൻ ഫോർക്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഈ ഒരു ഡയഗ്രാം. ഇതിന്റെ ഡയഗ്രാം തന്നിട്ട് ലാബിൽ ചെയ്യാൻ എക്സാമിന് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഡയഗ്രാം പഠിച്ചു വെക്കുക. ദെൻ ഈ ഡയഗ്രാം ശ്രദ്ധിക്കുക. ഇതില് 3 സ്ട്രാൻഡ്സ് പറയുന്നുണ്ട്. പാരന്റൽ സ്ട്രാൻഡ്. പാരന്റൽ സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റൽ DNAയുടെ സ്ട്രാൻഡ് ആണ്. അതായത് അത് സ്പ്ലിറ്റ് ചെയ്ത് അൺവൈൻഡ് ചെയ്ത് പോകുമ്പോൾ ഒരു സ്ട്രാൻഡ് പാരന്റൽ സ്ട്രാൻഡ് ആയിരിക്കും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പാരന്റൽ സ്ട്രാൻഡ് നമ്മൾ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്നുകൂടി പറയും. നെക്സ്റ്റ് വൺ ഈസ് ലീഡിംഗ് സ്ട്രാൻഡ്. ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന സ്ട്രാൻഡ് ആണ് ലീഡിംഗ് സ്ട്രാൻഡ്. നെക്സ്റ്റ് ഈസ് ലാഗിംഗ് സ്ട്രാൻഡ്. ഇതാണ് ലീഡിംഗ് സ്ട്രാൻഡ്. ദിസ് ഇസ് ലാഗിംഗ് സ്ട്രാൻഡ്. ലാഗിംഗ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് റെപ്ലിക്കേറ്റ് ചെയ്ത് പോകുന്ന സ്ട്രാൻഡ് ആണ് ലാഗിംഗ് സ്ട്രാൻഡ്. ഇവിടെ ഓർത്തു വെക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DNA റെപ്ലിക്കേഷന്റെ സമയത്ത് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് ഫോം ചെയ്യുന്ന ഫ്രാഗ്മെന്റ്സ് ആണ് ഓക്കസാക്കി ഫ്രാഗ്മെന്റ്സ്. എന്താണെന്ന് നോക്കാം. They are short sequences of DNA nucleotides. Okazaki fragments are short sequences of DNA nucleotides. ഷോർട്ട് സീക്വൻസ് ആണ്. പിന്നീട് അത് ലാഗിംഗ് സ്ട്രാൻഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. The next is transcription. Transcription എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, that is the process of formation of RNA from DNA. അതായത് DNAയിൽ നിന്നും RNA ഫോം ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എൻസൈം. അതായത് നമ്മുടെ ട്രാൻസ്ക്രിപ്ഷന് യൂസ് ചെയ്യുന്ന എൻസൈം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. എൻസൈം ഇസ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. ഓർത്ത് വയ്ക്കുക, DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. റെപ്ലിക്കേഷനിൽ യൂസ് ചെയ്തിരുന്നത് DNA ഡിപ്പെൻഡന്റ് DNA പോളിമറേസ് ആയിരുന്നു. ട്രാൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എൻസൈം ആണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. ദെൻ ഇവിടെ ചോദിക്കുന്ന മറ്റൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് both strands of DNA are not copied into RNA. Why? അല്ലെങ്കിൽ ഗീവ് റീസൺ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അതായത് നമുക്കറിയാം DNAക്ക് 2 സ്ട്രാൻഡ്സ് ഉണ്ട്. പക്ഷേ ഒരേ സമയത്ത് ഈ 2 സ്ട്രാൻഡ്സും RNA ആയിട്ട് കോപ്പി ചെയ്യപ്പെടുന്നില്ല. അതിന്റെ റീസൺ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ 2 പോയിന്റ്സ് ആണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. ഫസ്റ്റ് പോയിന്റ്, the code for protein is different in both strands and this complicates translation. Second point, if 2 RNA are produced
simultaneously this would be complementary to each other, hence form double-stranded RNA and this prevents translation. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഈസ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is a segment of DNA which takes part in transcription. അതായത് ട്രാൻസ്ക്രിപ്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന DNA-യുടെ ഒരു ചെറിയ സെഗ്മെന്റ് ആണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ എക്സാമിന് ലാബിൽ ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, ഈ ഡയഗ്രാം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് നിർബന്ധമായിട്ടും പഠിക്കുക. അപ്പോൾ ശ്രദ്ധിക്കുക, ഇവിടെ രണ്ട് സ്ട്രാൻഡ്സ് ഉണ്ട്. മേലെയുള്ള ഈ ബ്ലൂ കളറിൽ കാണിച്ചിട്ടുള്ള ഈ ഒരു സ്ട്രാൻഡിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ടെംപ്ലേറ്റ് സ്ട്രാൻഡ്. ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരന്റൽ സ്ട്രാൻഡ് ആണ്. ദെൻ ഇവിടെ താഴെ കാണിച്ചിട്ടുള്ള സ്ട്രാൻഡ് ആണ് കോഡിംഗ് സ്ട്രാൻഡ്. ദിസ് ഇസ് പ്രൊമോട്ടർ റീജിയൻ ആൻഡ് ദിസ് ഇസ് ടെർമിനേറ്റർ റീജിയൻ. ഈ ഒരു ഭാഗത്താണ് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ടിംഗ് സൈറ്റ് ആണ് ഈ മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ ഇവിടെ കാണിച്ചിട്ടുള്ള ഈ മിഡിൽ ആയിട്ടുള്ള ഈ ഒരു പോർഷനെ സ്ട്രക്ചറൽ ജീൻ എന്ന് പറയും. അപ്പൊ അടുത്തത് ശ്രദ്ധിക്കുക, ട്രാൻസ്ക്രിപ്ഷണൽ യൂണിറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ഈ മൂന്ന് ഭാഗങ്ങളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. ഫസ്റ്റ് പാർട്ട് ഈസ് എ പ്രൊമോട്ടർ റീജിയൻ. ഇവിടെ കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രൊമോട്ടർ റീജിയൻ. പ്രൊമോട്ടർ റീജിയന്റെ പ്രത്യേകത നോക്കാം. ബൈൻഡിംഗ് സൈറ്റ് ഫോർ RNA polymerase. Binding site for RNA polymerase. Then second portion is structural gene. ഇവിടെ കാണിച്ചിട്ടുള്ള structural gene. Region of template strand where transcription takes place. Structural gene എന്ന് പറഞ്ഞാൽ ഒരിക്കൽ കൂടി പറയാം. There is a region of template strand where transcription takes place. The next is terminator region. ഈ ഒരു ഭാഗമാണ് terminator region എന്ന് പറയുന്നത്. terminator region എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൈറ്റ് വേർ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്സ്. ടെർമിനേറ്റർ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട്, ടെർമിനേറ്റ് ചെയ്യാണ്, അതായത് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുക. ആ ഒരു റീജിയനെ നമ്മൾ ടെർമിനേറ്റർ റീജിയൻ എന്ന് പറയുന്നു. ദ നെക്സ്റ്റ് ഇസ് സിസ്ട്രോൺ. ഇമ്പോർട്ടന്റ് ആണ്. ഈ മൂന്ന് പോയിന്റ്സും ഓർത്ത് വയ്ക്കുക. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. സിസ്ട്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ segment of DNA having information for RNA or protein synthesis. The next one is exon. It is a region which code for polypeptide. പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യുന്ന റീജിയൻ ആണ് എക്സോൺ എന്ന് പറയുന്നത്. ഇൻട്രോൺ എന്ന് പറയുന്നത് പോളിപെപ്റ്റൈഡിനെ കോഡ് ചെയ്യാത്ത റീജിയൻ ആണ്. അപ്പൊ ഇത് മൂന്നും വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. The next is steps in transcription. ട്രാൻസ്ക്രിപ്ഷന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ശ്രദ്ധിക്കുക, മൂന്ന് സ്റ്റെപ്സ് ആണ് ഇവിടെ ഉള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇനീഷ്യേഷൻ, ദെൻ ഇലോങ്ങേഷൻ ആൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടെർമിനേഷൻ. അപ്പോൾ ഈ ഇത്രയും സ്റ്റെപ്സ് കാണിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാറുണ്ട്. ആ ഒരു ഡയഗ്രാം പഠിച്ചു വെക്കുക. ആ ഡയഗ്രാം തന്നിട്ട് അതിന്റെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇനീഷ്യേഷൻ. ഇനീഷ്യേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഗ്മ ഫാക്ടർ ഈസ് attached to the RNA polymerase. ആദ്യം the sigma factor bind with RNA polymerase and this RNA polymerase then binds to promoter region and initiate the transcription. അപ്പോൾ initiation എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ നടക്കുന്നത് RNA polymerase സിഗ്മ ഫാക്ടറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്നു. എന്നിട്ട് ഈ ഒരു RNA polymerase നമ്മുടെ ആ ഒരു പ്രൊമോട്ടർ റീജിയനിൽ പോയിട്ട് ബൈൻഡ് ചെയ്ത് ട്രാൻസ്ക്രിപ്ഷൻ ഇനീഷ്യേറ്റ് ചെയ്യിക്കുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇലോങ്ങേഷൻ. ഇലോങ്ങേഷൻ എന്താണെന്ന് നോക്കാം. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. നമുക്കറിയാം ട്രാൻസ്ക്രിപ്ഷനിൽ യൂസ് ചെയ്യുന്ന എൻസൈം ആണ് DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ് polymerizes the nucleotides in the template dependent manner. അതായത് 5 പ്രൈം 3 പ്രൈം ഡയറക്ഷനിലാണ് ഇത് നടക്കുന്നത്. Then last step is termination. Termination എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പാണ്. ടെർമിനേഷൻ ഫാക്ടർ അഥവാ റോ ഫാക്ടർ ബൈൻഡ്സ് വിത്ത് RNA പോളിമറേസ്. ടെർമിനേഷൻ ഫാക്ടർ അല്ലെങ്കിൽ റോ ഫാക്ടർ നമ്മുടെ
RNA പോളിമറേസുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു ആൻഡ് ടെർമിനേറ്റ് ദി ട്രാൻസ്ക്രിപ്ഷൻ. അപ്പൊ ഇത്രയും സ്റ്റെപ്സ് ആണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടത്. അപ്പൊ നമ്മൾ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്സ് ഇപ്പൊ പറഞ്ഞത് പ്രോകാരിയോട്സിൽ നടക്കുന്ന ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്സ് ആണ്. ഇനി പറയാൻ പോകുന്നത് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ്. യൂകാരിയോട്സിൽ എങ്ങനെയാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് എന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക. ഇൻ യൂകാരിയോട്സ് ഇനാക്റ്റീവ് HNRNA, ഹെറ്ററോജീനിയസ് ന്യൂക്ലിയർ RNA എന്നാണ് HNRNAയുടെ എക്സ്പാൻഷൻ. അത് ചോദിക്കാറുണ്ട്. HNRNA എന്ന് പറഞ്ഞാൽ ഹെറ്ററോജീനിയസ് ന്യൂക്ലിയർ RNA. അപ്പോൾ ഇനാക്റ്റീവ് HNRNA ഫോം ചെയ്യും. ഈ ഇനാക്റ്റീവ് HNRNA ആക്റ്റീവ് mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇതാണ് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സിൽ നടക്കുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂകാരിയോട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനാക്റ്റീവ് ആയിട്ടുള്ള HNRNA ആക്റ്റീവ് ആയിട്ടുള്ള mRNA ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇത് നടക്കുന്നത് 3 പ്രോസസ്സുകൾ വഴിയാണ്. സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ്. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെയും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡയഗ്രാം ഉണ്ട്. അത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി പഠിക്കുക. ഡയഗ്രാം തന്നിട്ട് ഏതൊക്കെയാണ് ഈ പ്രോസസ്സ് എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്പ്ലൈസിങ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്നീ പ്രോസസ്സുകൾ വൺ വേർഡ് ആയിട്ടും എക്സാമിന് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സ്പ്ലൈസിങ്. സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാൽ ഇൻട്രോൺസ് ആർ റിമൂവ്ഡ് ആൻഡ് എക്സോൺസ് ആർ ജോയിൻ ടുഗദർ. ഇൻട്രോൺസും എക്സോൺസും എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ സ്പ്ലൈസിങ് എന്ന് പറഞ്ഞാൽ ഇൻട്രോൺസിനെ റിമൂവ് ചെയ്ത് എക്സോൺസിനെ ജോയിൻ ചെയ്യുക. ആ ഒരു പ്രോസസ്സിനെയാണ് സ്പ്ലൈസിങ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് ക്യാപ്പിംഗ്. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്വാനോസിൻ ഫോസ്ഫേറ്റ്. ഈ ഒരു പേര് ഓർത്തു വെക്കുക. മീഥൈൽ ഗ്വാനോസിൻ ഫോസ്ഫേറ്റ് is added to 5' end of the HNRNA. ഒരിക്കൽ കൂടി പറയാം. ക്യാപ്പിംഗ് എന്ന് പറഞ്ഞാൽ മീഥൈൽ ഗ്വാനോസിൻ ഫോസ്ഫേറ്റ് is added to 5' end of the HNRNA. ആ ഒരു പ്രോസസ്സിനെയാണ് ക്യാപ്പിംഗ് എന്ന് പറയുന്നത്. The next one is tailing. Tailing എന്ന് പറഞ്ഞാൽ അഡിനിലേറ്റ് റെസിഡ്യൂസ്. ഓർത്തു വെക്കുക, അഡിനിലേറ്റ് residues are added to 3' and or 3' end. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് കഴിഞ്ഞാൽ HNRNA ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു HNRNA ഉണ്ടായി. ഇതിനെ നമ്മൾ പിന്നെ പറയുന്നത് mRNA എന്നാണ്. ഓക്കെ, ഈ mRNA is transported out of the nucleus for translation. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞു. ട്രാൻസ്ലേഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് ന്യൂക്ലിയസിൽ നിന്നും ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ഈസ് ഡിഫറൻഷിയേറ്റ് റെപ്ലിക്കേഷൻ ആൻഡ് ട്രാൻസ്ക്രിപ്ഷൻ. റെപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ DNA-യിൽ നിന്നും DNA കോപ്പീസ് ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് ബൈ വിച്ച് RNA is formed from DNA. RNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. അതായത് DNA-യിൽ നിന്നും RNA ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. The next point, entire DNA is duplicated in replication. അതായത് റെപ്ലിക്കേഷനിൽ entire DNA ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. But in the case of transcription, only one of the strand and a segment DNA is copied into RNA. അടുത്ത പോയിന്റ്, റെപ്ലിക്കേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എൻസൈം is DNA dependent DNA polymerase. ട്രാൻസ്ക്രിപ്ഷനിൽ DNA ഡിപ്പെൻഡന്റ് RNA പോളിമറേസ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. മോളിക്കുലർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ റിവിഷൻ അല്ലെങ്കിൽ എക്സാം ടിപ്സ് എന്ന് പറയുന്നത് 3 വീഡിയോകളിലായിട്ടാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ പാർട്ട് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അത് കാണാത്തവർക്കായി ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതാണ് രണ്ടാമത്തെ പാർട്ട്. മൂന്നാമത്തെ പാർട്ട് വളരെ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. അതിനോടൊപ്പം തന്നെ ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.